So, hi everyone. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നോളജി മോഡ്യൂൾ 3 ഫുൾ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ മോഡ്യൂൾ 3ൽ there are actually 3 ടോപ്പിക്സ്, 3 മെഷീനിങ് പ്രോസസ്സുകളാണ് പഠിക്കാനുള്ളത്. ആ 3 മെഷീനിങ് പ്രോസസ്സിലും കോമൺലി വരുന്ന ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ പർട്ടിക്കുലർ പ്രോസസ് എന്ന് ചോദിക്കാറുണ്ട്. അത് കൂടാതെ 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അതെന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇതാണ് സിലബസ്. ഹിയർ യു ക്യാൻ സി 3 മെഷീനിങ് പ്രോസസ്സുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്, ദാറ്റ് ഈസ് EDM. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ സ്കെച്ച് പഠിക്കണം, ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കണം. ദെൻ അഗെയിൻ ദ സെക്കൻഡ് വൺ ഈസ് അൾട്രാസോണിക് മെഷീനിങ്. അൾട്രാസോണിക് മെഷീനിങ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, പിന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, സെയിം ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് അഗെയിൻ എന്താണ്, അതിൻ്റെ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ആദ്യം ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിലേക്ക് പോവാം. സോ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ഈസ് ഓൾസോ കോൾഡ് സ്പാർക്ക് ഇറോഷൻ മെഷീനിങ് ഓർ സ്പാർക്ക് മെഷീനിങ് ഓർ ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്. അപ്പം ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് എന്ന് പറയുന്നത് കൂടാതെ എന്ത് ചെയ്യാറുണ്ട്, ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ് എന്നും പറയാറുണ്ട് കേട്ടോ. സോ നമുക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. അപ്പം ഇങ്ങനെ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ഒരു ഫിഗർ ചോദിക്കുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ എക്സ്പ്ലെയിൻ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഡ്രോ ദിസ് പർട്ടിക്കുലർ ഫിഗർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. ഹിയർ യു ക്യാൻ സി വർക്ക് പീസ്. അപ്പോൾ ഈ വർക്ക് പീസിലേക്ക് ഈ ടൂൾ വെച്ചിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണ്. ആക്ച്വലി ഇവിടെ കണ്ടിരിക്കുന്നത് ഈ ടൂളിന്റെ ഇംപ്രഷൻ വർക്ക് പീസിലേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു, അതായത് മെറ്റീരിയൽ റിമൂവൽ നടന്നു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു വർക്ക്, എപ്പോഴും നമുക്കൊരു മെഷീനിങ് പ്രോസസ്സിന് ഒരു മെറ്റീരിയൽ നിന്ന് വി നീഡ് ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം ദ സർഫസ് ഓഫ് എ പർട്ടിക്കുലർ വർക്ക് പീസ്. അതായത് വർക്ക് പീസ് ക്യാൻ ബി ഐദർ അലൂമിനിയം കൊണ്ടുണ്ടാവാം, ഇറ്റ് ക്യാൻ ബി ഐദർ സ്റ്റീൽ, മഗ്നീഷ്യം, എനി മെറ്റീരിയൽ. So if we need to remove the material from the surface of the workpiece, definitely we need to use a tool. So electric discharge machining tool removes material from its surface with the help of electrical spark. That is, a spark is generated between the tool and the workpiece. Adine endu venam? First thing, we need to make sure that tool and workpiece are maintained at a particular gap. ഈ ഗ്യാപ്പ് വളരെ ചെറുതായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. When two current carrying conductors are placed at a particular distance apart and when current is passed through them, an electric arc is generated between the two. Similarly, ഇവിടെയും അതേ പ്രിൻസിപ്പിൾ. We need to keep workpiece and tool at a particular distance so that when they are connected to external power supplies, external power supplies connect ചെയ്തിരിക്കുന്നുണ്ടോ, as a spark is generated in the required gap. അപ്പോൾ സ്പാർക്ക് ജനറേറ്റ് ചെയ്താൽ എന്ത് പറ്റും, അവിടെ ഹീറ്റിംഗ് നടക്കും അല്ലേ? കാരണം സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് ആൻ ഇൻറ്റൻസ് ഹീറ്റ് ഇൻ ദ പർട്ടിക്കുലർ ഏരിയ. അപ്പോൾ എന്ത് പറ്റും, മെറ്റീരിയൽ റിമൂവ് ആയി. കാരണം എങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്? ഇറ്റ് വിൽ ബി ത്രൂ മെൽറ്റിംഗ്. പെട്ടെന്ന് മെറ്റീരിയൽ മെൽറ്റ് ചെയ്ത് വേപ്പറൈസ് ചെയ്ത് പോകും. പക്ഷേ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ആർക്ക്, വി നീഡ് ടു കൺട്രോൾ ദ ആർക്ക് സോ ദാറ്റ് ഇറ്റ് വോണ്ട് അഫക്റ്റ് അതർ ഏരിയാസ്. അതിനെന്ത് ചെയ്യണം? ദ സ്പാർക്ക് നീഡ്സ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ ടു ദ പർട്ടിക്കുലർ ഏരിയ. അവിടെ അതിനാണ് നമ്മൾ മെയിൻലി ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലൂയിഡ് ആണ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ പ്രോപ്പർട്ടി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബിഹേവ് ആസ് എൻ ഇൻസുലേറ്റിംഗ് മീഡിയം വെൻ ദർ ഈസ് നോ കറണ്ട്, ആൻഡ് വെൻ എ കറണ്ട് ഈസ് പാസ് ത്രൂ ദ പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഇറ്റ് വിൽ ബിഹേവ് ആസ് എൻ ഇലക്ട്രിക്കലി കണ്ടക്ടിങ് മീഡിയം. അപ്പോൾ നോർമലി യൂസ് ചെയ്യുന്നത് കെറോസിൻ യൂസ് ചെയ്യാറുണ്ട്, ഡീഅയണൈസ്ഡ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യു ക്യാൻ സി, ഇപ്പോൾ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് എടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെയൊക്കെ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് കാണും അല്ലേ? ഈ ഒരു എൻറ്റയർ സെറ്റപ്പ് ഇതിൽ സബ്മേർജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും,
ഈ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പറ്റുന്നു, മെറ്റീരിയൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഇറ്റ് വിൽ അയണൈസ്, കുറേ സ്മോൾ അയോൺസ് ആയിട്ട് മാറും, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിട്ട്. അപ്പോൾ ഈ ഏരിയയിൽ കുറേ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് വരുമ്പോൾ എന്ത് പറ്റും, ഈ ഏരിയയിൽ ആ അയോൺസ് വിൽ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. ഇതിനിടയ്ക്ക് ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യും. അതിൽ കൂടെ പെട്ടെന്ന് സ്പാർക്കിനെ കണ്ടക്ട് ചെയ്ത് മെറ്റീരിയലിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്പാർക്കിനെ വി ആർ ആക്ച്വലി കോൺസെൻട്രേറ്റിംഗ് ടു എ പർട്ടിക്കുലർ റീജിയൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അയണൈസ്ഡ് ഫ്ലൂയിഡ്. അയണൈസ്ഡ് ഫ്ലൂയിഡ് എവിടെ കൂടെ വരുന്നത്, ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീൻ. മനസ്സിലായി? അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഗറും ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിളും വരയ്ക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, ഹിയർ യു ക്യാൻ സി ആൻ ഇലക്ട്രിക് സ്പാർക്ക് ഈസ് യൂസ്ഡ്. അത് ഓൾറെഡി പറഞ്ഞു. ദെൻ ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദിസ് വൺ ദ ഡൈഇലക്ട്രിക് ഈസ് കണ്ടിന്യൂസ്ലി. അത് പറയുന്നതിന് മുന്നേ ഇവിടെ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച ഫിഗറിൽ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, വർക്ക് പീസ് ഉണ്ട്, ടൂൾ ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു സെർവോ യൂണിറ്റ്. ഈ സെർവോ യൂണിറ്റ് എന്തിനാ? ഈ സെർവോ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂൾ ഇവിടെ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തു അല്ലേ, ഇത് കട്ട് ചെയ്ത് താഴേക്ക് വരിക, ഇതൊരു പർട്ടിക്കുലർ ഡെപ്തിലേക്ക് കട്ട് ചെയ്യുക. പക്ഷേ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. ടൂളിനെ ഇലക്ട്രോഡ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു പർട്ടിക്കുലർ വാല്യൂവിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 0.02 mm മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. എന്നിട്ട് നമ്മൾ മെഷീനിങ് തുടങ്ങി. when we start machining, what happens is that മെറ്റീരിയൽ റിമൂവ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് എന്ത് പറ്റും, കൂടും അല്ലേ. ആദ്യം ഒരു പർട്ടിക്കുലർ സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആകുമ്പോൾ അവിടെ ഒരു ക്രേറ്റർ ഫോം ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി 0.02 എന്നുള്ളത് മാറും. 0.02 mm എന്നുള്ള സ്പാർക്കിന്റെ ഡിസ്റ്റൻസ് മാറുമ്പോൾ എന്ത് പറ്റും, സ്പാർക്ക് ഗ്യാപ്പ് മാറി. സ്പാർക്ക് ഗ്യാപ്പ് മാറിക്കഴിഞ്ഞാൽ എനർജി ക്രിയേറ്റഡ് ഡ്യൂ ടു ദ സ്പാർക്ക് ഓൾസോ വിൽ ബി വേരിഡ്. അപ്പോൾ അങ്ങനെ സ്പാർക്ക് ഗ്യാപ്പ് മാറിയാൽ നമ്മൾ കൊടുക്കുന്ന എനർജിയും മാറും. അതെന്ത് പറ്റും, മെറ്റീരിയലിന്റെ ഓവറോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി ഇവിടെ മെറ്റീരിയൽ റിമൂവ് ആയി ആ സ്പാർക്ക് ഗ്യാപ്പിന് എന്തെങ്കിലും ഒരു കുറവോ കൂടുതലോ സംഭവിക്കുമ്പോൾ ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ബാക്ക് ടു ദ സെർവോ യൂണിറ്റ് ത്രൂ സം സെൻസേഴ്സ്. അതുകൊണ്ട് സെർവോ യൂണിറ്റ് എന്ത് ചെയ്യും, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ അനുസരിച്ച് ഈ ടൂളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇറ്റ് വിൽ കീപ് ദ സ്പാർക്ക് ഗ്യാപ്പ് കോൺസ്റ്റന്റ്. അതാണ് സെർവോ യൂണിറ്റിന്റെ ഉപയോഗം കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ എന്ത് പറ്റും, മെറ്റീരിയൽ റിമൂവ് ആയി ഈസി ആയിട്ട് മെറ്റീരിയൽ റിമൂവ് ആയി പോകും. ഇനി ഈ ഒരു ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിന്റെ സെയിം എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഇപ്പം നമ്മളൊരു എസ്സെയാണ് പഠിച്ചത്. എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ഓർ സ്പാർക്ക് ഇറോഷൻ മെഷീനിങ് ഓർ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്. ഏത് ചോദിച്ചാലും ഇതാക്കി എഴുതേണ്ടത്. ഓക്കെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, എല്ലാ മെഷീനിങ്ങിനും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ട്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്രോസസ് ഇൻ എ പർട്ടിക്കുലർ ടൈം. അതായത് വോളിയം പെർ ടൈം ആണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പൊ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഫോർ EDM നോക്കിക്കേ, 2 to 400 mm³ per minute. ഇത്രയും വരെ വേരി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തെന്നറിയാമോ? കോമൺലി വരുന്ന ക്വസ്റ്റ്യൻ ആണ് എഫക്ട് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ആക്യുറസി, സർഫസ് ഫിനിഷ് ഓഫ് EDM. അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് ഈ ഒരു ഫിഗർ മാത്രമേ പഠിച്ചുകൊണ്ട് പോകത്തുള്ളായിരിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, EDM പഠിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിന്റെ എഫക്റ്റ് ഞാനിപ്പോൾ അടുത്ത സ്ലൈഡിൽ പറയാം. ഈ വോൾട്ടേജ് 50 to 450 വോൾട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇലക്ട്രോഡ് ഗ്യാപ്പ്
നമ്മൾ പറഞ്ഞില്ലേ സ്പാർക്ക് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇലക്ട്രോഡിന് ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് എന്തായിരിക്കും 0.01 to 0.5 mm മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി RA വേരീസ് എന്ന് പറഞ്ഞാൽ എന്താ? RA എന്ന് പറഞ്ഞാൽ സർഫസ് റഫ്നെസ് ആണ്. ഇപ്പം നമ്മളൊരു മെഷീനിങ് നടന്നു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ മുകളിൽ കുറേ അണ്ടുലേഷൻസ് കാണും അല്ലേ? അപ്പം നമുക്ക് ജസ്റ്റ് ബൈ ഹാൻഡ് ടച്ച് തന്നെ നമുക്കറിയാം വെദർ ദ സർഫസ് ഈ സ്മൂത്ത് ഓർ നോട്ട്. അപ്പം ആ RA വാല്യൂവിനെയാണ് ആ മെറ്റീരിയലിൻ്റെ സർഫസിൽ നിന്നുള്ള പ്രൊട്രൂഷൻസിൻ്റെ ഹൈറ്റിനെയാണ് RA വാല്യൂ. RA വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0.05 to 12.5 മൈക്രോമീറ്റർ. ദാറ്റ് ഈസ് വെരി സ്മോൾ അല്ലേ? അപ്പോൾ യൂഷ്വലി EDM കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന സർഫസ് ഓൾമോസ്റ്റ് നല്ല ആക്യുറസി ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബേസിക് മെക്കാനിസം ഞാൻ പറഞ്ഞു. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പോയിന്റായിട്ട് നോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് EDM എന്ന് പറഞ്ഞാൽ തെർമൽ പ്രോസസ്സാണ്, ആൻഡ് വിച്ച് മേക്സ് യൂസ് ഓഫ് സ്പാർക്ക് ഡിസ്ചാർജ് ടു ഇറോഡ് ദ മെറ്റീരിയലിനെ ഇറോഡ് ചെയ്തെടുക്കാൻ. അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? മെൽറ്റിങ്ങും വേപ്പറൈസേഷനും ഓവർ എ ലോക്കലൈസ്ഡ് ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഈ ഒരു ഏരിയയിൽ മാത്രമേ മെൽറ്റിംഗ് വേപ്പറൈസേഷൻ നടക്കുന്നുള്ളൂ. എൻറ്റയർ വർക്ക് പീസിൽ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സോ മെൽറ്റിംഗ് ആൻഡ് വേപ്പറൈസേഷൻ ഓവർ എ ലോക്കലൈസ്ഡ് ഏരിയ. പിന്നെ ഫൈൻ ചിപ്സ് ആയിട്ടായിരിക്കും മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. ഈ ഫൈൻ ചിപ്സ് ആയിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഇതിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് എത്തുന്നത്. ആൻഡ് ഡൈലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ ഉപയോഗം പറഞ്ഞു. ഓക്കെ, എന്നാലും ഒന്ന് പറയാം. വെൻ ദ വോൾട്ടേജ് ഇൻക്രീസസ്, ഡൈലക്ട്രിക് ഈസ് അയണൈസ്ഡ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അയണൈസ്ഡ് ടു ഫോം എ സ്പാർക്ക് ചാനൽ, ആൻഡ് എ സ്പാർക്ക് ഈസ് ജനറേറ്റഡ്, and melting and vaporization of the workpiece over a localized area under the spark takes place. ഇപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് മനസ്സിലായേ? ഇനി നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ് പെർ മിനിറ്റ്. ഇനി ഇവിടെ നോക്കിക്കേ, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ കണ്ടോ, ഇതൊരു ടൂളിൻ്റെയും വർക്ക് പീസിലും ആക്ച്വലി നടക്കുന്ന ഒരു EDM-ൽ നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ക്ലോസ്ഡ് വ്യൂ ആണ്. മീൻസ് ക്ലോസ്ഡ് വ്യൂ അല്ല, ഒരു എൻലാർജ്ഡ് വ്യൂ. ഹിയർ യു ക്യാൻ സീ വർക്ക് പീസിൽ ഒരു ക്രേറ്റർ ഫോം ചെയ്യുന്നു, മെറ്റീരിയൽ റിമൂവ് ആവുന്നു. ഈ ഒരു ഡോട്ടഡ് സർക്കിൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത്രയും ഏരിയയിലാണ് സ്പാർക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്നത്. ഇവിടെയാണ് ഫ്ലൂയിഡ് അയണൈസ്ഡ് ആവുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? Spark will be concentrated in this particular area, and material will be removed in the form of small fine chips. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തല്ലേ? അപ്പോൾ ഈ ക്യാവിറ്റി ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് in electric discharge machining, material removed is in the form of a hemisphere. അതുകൊണ്ട് എന്ത് പറ്റും? വോളിയം ഓഫ് ദ ക്യാവിറ്റി ഈസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ, 2/3 πr³. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വോളിയം മാത്രമേ ആയുള്ളൂ. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഡിവൈഡഡ് ബൈ ടൈം വേണം അല്ലേ? അതാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഈക്വൽ ടു VC ബൈ ടൈം കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ടൈം നോക്കിക്കേ, T ഓൺ പ്ലസ് T ഓഫ്. T ഓൺ പ്ലസ് T ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പാർക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ടും വോൾട്ടേജും കൊടുക്കണം അല്ലേ? അപ്പം കറണ്ട് കൊടുത്തു, അത് ഓണായി, കുറച്ച് നേരം ഇരുന്നു, കുറച്ച് കഴിഞ്ഞ് കറണ്ട് ഓഫായി. അതിനെയാണ് T ഓൺ പ്ലസ് T ഓഫ്. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T ഓൺ പ്ലസ് T ഓഫ് ആണ്. അതാണ് VC ബൈ T, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പം മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ VC ബൈ T ആണ്. ടിയുടെ ആക്ച്വൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ T ഓൺ പ്ലസ് T ഓഫ്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഡിപ്പെൻഡൻസി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇനി അടുത്ത കാര്യം അറിയേണ്ടത്, നമുക്കിവിടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്തു, ആൻഡ് ദ സ്പാർക്ക് ജനറേറ്റഡ്, അതിൻ്റെ ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്തതിന് ഒരു എനർജി കാണും അല്ലേ? ഈ എനർജി, സ്പാർക്കിൻ്റെ എനർജി അല്ലേ വർക്ക് പീസിലേക്ക് കൺവേർട്ട് ചെയ്തത്, ഹീറ്റായി മാറി മെൽറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനർജി ഓഫ് എ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടും വോൾട്ടേജും കൊടുക്കുന്നത് കൊണ്ടുള്ള എനർജി. ദാറ്റ് ഈസ് E ഈക്വൽ ടു VI ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കറണ്ടും വോൾട്ടേജും ഓൺ ആയിരിക്കുന്ന ടൈം. ദാറ്റ് ഈസ് VI ഇൻറ്റു T ഓൺ. അതുകൊണ്ടാണ് എനർജി ഓഫ് എ സിംഗിൾ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ VIT എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഓഫ് എ സിംഗിൾ സ്പാർക്ക് VIT. ഇനിയും വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ഇല്ലേ?
നമ്മൾ എത്രത്തോളം എനർജി കൊടുക്കുന്നു അത്രത്തോളം വോളിയമാണ് റിമൂവ് ചെയ്യുന്നത്. സോ വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ഓഫ് ദ സ്പാർക്ക്. ഇപ്പൊ എനർജി ഓഫ് ദ സ്പാർക്കുമായിട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എന്തുമൊക്കെ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആവും? വോൾട്ടേജ്, കറണ്ട്, സൈക്കിൾ ടൈം. അപ്പൊ എഫക്ട് ഓഫ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അല്ലെങ്കിൽ എഫക്ട് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ഇതിൽ നിന്ന് തന്നെ എഴുതാം. എന്താണ്? ആദ്യം എനർജി ഓഫ് ദ സ്പാർക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം എനർജി ഇൻക്രീസ് ചെയ്യുന്നു. സോ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഓവറോൾ ഇൻക്രീസ് ചെയ്യുന്നു. സൈക്കിൾ ടൈം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹിയർ യു ക്യാൻ സി. അതിന് മുന്നേ നമ്മൾ ഇനി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് പറഞ്ഞു. ഇനി ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന് കുറച്ച് പ്രോപ്പർട്ടി വേണം. കാരണം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് വി ആർ ആക്ച്വലി റിമൂവിങ് ദ മെറ്റീരിയൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് മെറ്റീരിയൽ ഫൈൻ ചിപ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഈ ഫൈൻ ചിപ്സിനെ ഇവിടെ ഫ്ലോ ഓഫ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് എന്ന് കണ്ടോ? ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇമേഴ്സ് ചെയ്താണ് ഇരിക്കുന്നത്. അതിൽ കൂടാതെ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന് ഒരു ഫ്ലോ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവിടെ റിമൂവ് ആവുന്ന മെറ്റീരിയലിനെ അതിന് വാഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന്റെ ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് എന്തായിരിക്കണം? വിസ്കോസിറ്റി കുറഞ്ഞ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്സ് എടുക്കാൻ പറ്റും. ഒരുപാട് ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ എന്ത് പറ്റും? മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് എന്ന് ഒരു 2-4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ലോ വിസ്കോസിറ്റി, ഹൈ ഫ്ലാഷ് പോയിന്റ്, നോൺ ടോക്സിക്, നോൺ കൊറോസീവ്, ഹൈ ലേറ്റന്റ് ഹീറ്റ് ആൻഡ് സ്യൂട്ടബിൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഇതാണ് പ്രോപ്പർട്ടീസ്. ഇത് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 2-4 മാർക്കിന് ചോദിക്കാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിന്റെ ഫങ്ഷൻസ് എന്തായിരിക്കണം? ആക്ട് ആസ് ഇൻസുലേറ്റിംഗ് മീഡിയം ആവാം, കൂളന്റ് ആയിട്ട് ആക്ട് ചെയ്യാം, കാരണം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അത് സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂൾ ചെയ്യും. കാരിയർ ഓഫ് റിമൂവ്ഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ദിസ് വൺ ഈസ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓഫ് EDM. പ്രോസസ് പാരാമീറ്റേഴ്സ് ഓഫ് EDM നോക്കിക്കേ. ഇവിടെ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്, ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. എല്ലാ പ്രോസസ്സിനെയും ഇപ്പം നമ്മളൊരു ചുറ്റിക വെച്ച് ഇഫ് ഐ എം ജസ്റ്റ് ഹാമറിങ് എ പർട്ടിക്കുലർ മെറ്റീരിയൽ യൂസിങ് അവർ ഹാൻഡ്, ദ പ്രോസസ് പാരാമീറ്റേഴ്സ് ഫോർ ദ പർട്ടിക്കുലർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ശക്തിയിൽ അടിക്കുന്നു, എത്ര വെയിറ്റ് ഉള്ള ചുറ്റികയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രോസസ് പാരാമീറ്റേഴ്സ് ഓഫ് EDM എന്ന് പറഞ്ഞാൽ വൺ ഈസ് കറണ്ട്, പിന്നെ എത്രത്തോളം കറണ്ട് ഓൺ ആക്കി വെക്കുന്നു, പൾസ് ഓൺ ടൈം, കറണ്ട് ഓഫ് ആക്കി വെക്കുന്നു, പൾസ് ഓഫ് ടൈം, പിന്നെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. ഇതാണ് പ്രോസസ് പാരാമീറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു എസ്സേ ചോദിക്കും, എഫക്ട് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പോൾ നിങ്ങളിങ്ങനെ അറിയത്തില്ല എന്ന് പറയുന്നതിനേക്കാളും ആലോചിക്കണം. പ്രോസസ് പാരാമീറ്റേഴ്സ് ഇത്രയുമാണ്, ഈ ഒരു കാര്യങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഇനിയും വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും സൈക്കിളാണ്. ഇതും ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ടേജിൻ്റെ വേരിയേഷൻ നോക്കിക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. വോൾട്ടേജ് 0-ൽ നിന്ന് പീക്കിൽ വന്ന് നേരെ താഴ്ന്നു 0-ലേക്ക് വന്നു, വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ. ഈ ഒരു സൈക്കിളിൽ കണ്ടോ, ദർ ഈസ് എ ചാർജിങ് ടൈം ആൻഡ് എ ഡിസ്ചാർജിങ് ടൈം. വോൾട്ടേജ് ചാർജ് ചെയ്ത് പീക്കിലെത്തി, പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഒരു കുറച്ച് സമയം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് എത്തിയിട്ട് താഴേക്ക് വരുന്ന ആ ടൈമിനെയാണ് ഡിസ്ചാർജിങ് ടൈം എന്ന് പറയുന്നത്. സോ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചാർജിങ് ടൈം പ്ലസ് ഡിസ്ചാർജിങ് ടൈം ആണ്. സിമിലർലി അതേ സൈക്കിൾ കറണ്ടിന്റെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് നേരെ 0-ൽ നിന്നിട്ട് ഓണായി ഹയസ്റ്റ് വാല്യൂവിലെത്തി പെട്ടെന്ന് തന്നെ. അതായത് വോൾട്ടേജ് ഗ്രാജുവലി ആണ് കൂടുന്നത്, ഇത് അറ്റ് എ സ്ട്രെച്ച് കൂടുന്നു. ദെൻ ദാറ്റ് കറണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ദ പർട്ടിക്കുലർ വാല്യൂ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും 0-ലേക്ക് കൊണ്ടുവരും, കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കും, വീണ്ടും ഓൺ ആവും. അപ്പോൾ ഇതാണ് കറണ്ടിന്റെ. അപ്പം ഈ ടോട്ടൽ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ ടൈമും ഓഫ് ടൈമും കൂടെ ചേരുന്നതാണ് വൺ സൈക്കിൾ.
കേട്ടോ. 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം. ഇതാണ് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും സൈക്കിൾ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്. സോ ഹിയർ യു ക്യാൻ സീ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഹീറ്റ് എഫക്റ്റഡ് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീറ്റ് എഫക്റ്റഡ് സോണും റീകാസ്റ്റ് ലെയറും എന്നും പറഞ്ഞ് EDM-ൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ which is generated at the particular area from the spark can reach up to 12,000 degrees Celsius, 8,000 to 12,000 degrees Celsius. അപ്പോൾ എന്ത് പറ്റും, അത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഏരിയയിൽ മെറ്റീരിയലിൽ ഇതാണ് ബേസ് മെറ്റീരിയൽ എന്ന് കരുതുക. ബേസ് മെറ്റീരിയലിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഹീറ്റ് സ്പാർക്ക് വരുന്നത്, ടോപ്പിൽ നിന്ന്. അപ്പം ഇത്രയും ഏരിയ കാണാമോ, 0.01 ഇഞ്ച്, ഇത്രയും ഏരിയ എന്ത് പറ്റും, ഹീറ്റ് വെച്ച് അഫക്റ്റഡ് ആവും. താഴേക്ക് പോകത്തില്ല, കാരണം ഫ്ലൂയിഡിനകത്തല്ലേ സബ്മർജ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം അത്രയും പെട്ടെന്ന് കണ്ടക്ട് ചെയ്തങ്ങ് താഴെ വരെ പോകാനുള്ള ടൈം കിട്ടത്തില്ല. പക്ഷേ എന്നാലും കുറച്ച് ഏരിയ അഫക്റ്റഡ് ആവും. അതിനെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ദ ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ, which has its properties altered by intensive machining during electric discharge. ഇലക്ട്രിക് ഡിസ്ചാർജിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൊണ്ട് കുറച്ച് ഏരിയയിലെ പ്രോപ്പർട്ടീസ് മാറും. അത്രയും ഏരിയയാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇനിയും ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, ബേസ് മെറ്റീരിയലിൽ ഇതായിരിക്കും മൈക്രോ സ്ട്രക്ചർ. ഹീറ്റ് എഫക്റ്റഡ് സോണിൽ എന്തായിരിക്കും, മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് ആവും. എപ്പോഴും നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ദ മൈക്രോ സ്ട്രക്ചർ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ മെറ്റീരിയലിന്റെ സർഫസിൽ നിന്ന് ഒരു ഡെപ്ത് വരെ മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു. എന്തുകൊണ്ട്, ബിക്കോസ് ഓഫ് ദ ഇന്റൻസ് ഹീറ്റ് ജനറേറ്റഡ്. ആ സോണിനെയാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം അറിയേണ്ടത്, റീകാസ്റ്റ് ലെയർ ഓർ വൈറ്റ് ലെയർ ഇൻ മീഡിയം. അപ്പോൾ റീകാസ്റ്റ് ലെയർ ഓർ വൈറ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുമ്പം ഒരു ചെറിയ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ടാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ റിമൂവ്ഡ് മെറ്റീരിയൽ ഈസ് ഫ്ലഷ്ഡ് എവേ ഫ്രം ദ ഗ്യാപ്പ് ബൈ പമ്പിങ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്, അല്ലേ? പക്ഷേ ഈ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് പ്രോപ്പർ പമ്പിങ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അവിടെ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഫൈൻ മെറ്റീരിയൽസിനെ ഫ്ലഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഇവിടെ കിടന്ന് തന്നെ സോൾഡിഫൈ ആവും. റിമൂവ് ആവേണ്ട മെറ്റീരിയലാണ്, പക്ഷെ നമ്മളതിനെ ഫൈൻ ചിപ്സ് ആയിട്ട് വെച്ചിട്ട് അതിനെ ഫ്ലഷ് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ അത് കൂട്ടം കൂടി അങ്ങ് സെറ്റിലായി പോകും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ലെയറിനെയാണ് റീകാസ്റ്റ് ലെയർ ഓർ വൈറ്റ് ലെയർ എന്ന് പറയുന്നത്. That particular layer is detrimental because എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം, അത് എക്സ്ട്രീംലി ഹാർഡും ബ്രിട്ടിലുമാണ്, അതിന് കുറച്ച് ക്രാക്സും കാണും. അതുകൊണ്ട് തന്നെ ആക്ച്വലി മെറ്റീരിയൽ ഉപയോഗത്തിൽ വരുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റീകാസ്റ്റ് ലെയർ ഓർ വൈറ്റ് ലെയർ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റീകാസ്റ്റ് ലെയർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ, ഇത് രണ്ടും ചോദിച്ചാലും ഇതിനകത്തുള്ള കാര്യങ്ങൾ എഴുതുക. മനസ്സിലായോ? ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ഇതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. എഫക്റ്റ് ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ്. ഞാൻ നേരത്തെ ഉള്ള സ്ലൈഡിൽ പറഞ്ഞു, മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, കറണ്ട്, സൈക്കിൾ ടൈം, വോൾട്ടേജ്, ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, T on പ്ലസ് T off, അതിൻ്റെ റേഷ്യോയാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഗ്യാപ്പ് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത്രത്തോളം സ്പാർക്ക് കൂടുതൽ വരും, അല്ലേ? സോ എ പ്രോപ്പർ ഗ്യാപ്പ്. സ്പാർക്ക് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്പാർക്ക് എനർജി കൂടും, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതലായിരിക്കും. സ്പാർക്ക് കുറവാണെങ്കിൽ എന്ത് പറ്റും, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവായിരിക്കും. അതുപോലെ പൾസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്യുന്ന ടൈം, ആ ടൈം അഫക്ട്സ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റും പ്രോസസ് പാരാമീറ്റേഴ്സും തമ്മിലുള്ള ഡിപ്പെൻഡൻസി. ഇവിടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സർഫസ് ക്വാളിറ്റിയും ആക്യുറസിയും.
അപ്പോൾ സർഫസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു മെഷീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ തൊട്ട് നോക്കും അല്ലേ? ഓക്കെ, ഇതിനകത്ത് അൺഡുലേഷൻസോ ഇറഗുലാരിറ്റീസോ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ സർഫസ്, അതിനെയാണ് സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് റഫ്നെസ് എങ്ങനെയാണ് കൂടുന്നത്? സർഫസ് റഫ്നെസ് കൂടിയാൽ സർഫസ് ഫിനിഷ് കുറവെന്നല്ലേ അർത്ഥം. അപ്പോൾ സർഫസ് റഫ്നെസ് ഇൻ മീഡിയം വുഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്പാർക്ക് എനർജി. ഒരുപാട് എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? സർഫസ് റഫ്നെസ് അങ്ങ് കൂടിപ്പോകും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ സർഫസ് ഫിനിഷ് അത്രയും കിട്ടത്തില്ല. അപ്പോൾ സർഫസ് ഫിനിഷ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഡിക്രീസിങ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് പൾസ് ഓൺ ടൈം. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഓൺ സർഫസ് ക്വാളിറ്റി. അതുപോലെ ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു കട്ടാണ് എനിക്ക് വേണ്ടത്, പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെ കട്ടായിപ്പോയി. എന്ത് പറ്റുന്നു? കുറച്ച് ടേപ്പേർഡായിട്ട് കട്ടായിപ്പോയി, പിന്നെ കുറച്ച് ഓവർ കട്ടുമായിപ്പോയി. അപ്പം അങ്ങനെ വന്നാലും ആക്യുറസി അഫക്റ്റ് ചെയ്യും ഇല്ലേ? നമ്മൾ ഇന്ന ഡയമെൻഷനിലാണ് കട്ട് ചെയ്യാൻ പറഞ്ഞത്, പക്ഷേ ഇന്ന ഡയമെൻഷനിൽ വന്നു. അപ്പം ടേപ്പർ കട്ടും ഓവർ കട്ടും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ടേപ്പർ കട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ ടൂള് മൊത്തം ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ആയതുകൊണ്ട് എവിടെയൊക്കെ സ്പാർക്ക് വരുന്നോ അവിടെയൊക്കെ ജനറേറ്റ് ആവത്തില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻസുലേഷൻ ഇവിടെ കൊടുക്കും ടൂളിൻ്റെ രണ്ട് സൈഡ്സിലും, സോ ദാറ്റ് ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഈ ടേപ്പർ കട്ട് പ്രിവെൻറ്റ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് മെറ്റീരിയൽ റിമൂവ് ആവത്തില്ല, കാരണം ഇവിടെ ഇൻസുലേഷൻ ഉണ്ട്. ഇവിടെ ഇൻസുലേഷൻ വരുന്നതുകൊണ്ട് ഇവിടെ സ്പാർക്ക് കാണില്ല. പക്ഷെ ഓവർ കട്ട് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ടു കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ ആൻഡ് കൺട്രോൾ ദ സൈക്കിൾ ടൈം ഓൾസോ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ പ്രത്യേക മാർഗമൊന്നുമില്ല. യു നീഡ് ടു കൺട്രോൾ ദ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് ആക്യുറസിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ ടേപ്പറും ഓവർ കട്ടും എഴുതേണ്ടത്. സർഫസ് ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് റഫ്നെസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് EDM-ൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മനസ്സിലായോ? ഓക്കെ, so ഇനിയും നെക്സ്റ്റ് വൺ ഈസ് വയർ കട്ട് EDM. ഇറ്റ് ഈസ് സിമിലർ ടു ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ്, ബാക്കി പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആണ്. അതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാം. പക്ഷേ ഇവിടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എ വയർ. അപ്പോൾ വയർ കട്ട് EDM ചോദിക്കുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ വയർ കട്ട് EDM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വയർ കട്ട് EDM ആണ് എഴുതേണ്ടത്. വയർ വരച്ച് ഈ ഒരു ഫിഗർ വരച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു വയർ, ഇതെന്ന് പറയുന്നത് ഗൈഡ്സ്. വയർ ഇങ്ങനെ ഒരു എന്താ പറയുക, റോളേഴ്സ് ആണ്. ഇതിൽ കൂടി ഇങ്ങനെ വയർ ചുറ്റിയെടുത്ത് ഇങ്ങനെ മെറ്റീരിയൽ ഇവിടെ ടച്ച് ചെയ്ത് വെക്കും ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ചെറിയ ഗ്യാപ്പ്, ഇനിഷ്യലി ഇവിടെ ആയിരിക്കും വയർ ഇരിക്കുന്നത്. ദെൻ എ സ്മോൾ ഗ്യാപ്പ് ഈസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദ വയർ ആൻഡ് ദ വർക്ക് പീസ്. അപ്പോൾ എന്ത് പറ്റും? രണ്ടും ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കും, എന്ത്? വയറും വർക്ക് പീസും. അപ്പോൾ സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സെർവോ മോട്ടർ വെച്ചിട്ട് വയറിനെ അകത്തേക്ക് ഇങ്ങനെ നീക്കി ഇങ്ങനെ പോകുന്ന പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? മെറ്റീരിയൽ വിൽ ബി റിമൂവ്ഡ് ബൈ ഇറോഷൻ ആൻഡ് ഹീറ്റിംഗ് ആൻഡ് വേപ്പറൈസേഷൻ. സെയിം കാര്യങ്ങൾ. പക്ഷേ ഇവിടെ രണ്ട് രീതിയിൽ നടക്കാം. വയർ EDM എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ദ എൻറ്റയർ വയർ ആൻഡ് ഈ വയറും ഇതല്ല, ഈ വയറും വർക്ക് പീസും എൻറ്റയർലി സബ്മോർജ്ഡ് ഇൻ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള EDMs നടത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡയറക്ട്ലി വി ക്യാൻ സ്പ്രേ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ടു ദ റിക്വയർഡ് ഏരിയ. ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം സെയിം ആണ് കേട്ടോ, നേരത്തെ പറഞ്ഞതുമായിട്ട്. അപ്പോൾ ഒറ്റ കാര്യമേ നോക്കേണ്ടതുള്ളൂ, ഫിഗർ വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് ടൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വയറാണ്, അത് ഓർമ്മ വേണം. ആ വയറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രാസ് കൊണ്ടുണ്ടാവുന്ന വയറാവാം, കോപ്പർ ആവാം, ടങ്സ്റ്റൺ ആവാം. ഓക്കെ, ഇതാണ് വയർ കട്ട് EDM. ആൻഡ് നോർമലി ഇലക്ട്രോഡ് മെറ്റീരിയൽസിന് EDM-ൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടൂൾ, അതിന് വേണ്ട പെക്യുലിയർ പ്രോപ്പർട്ടീസ്: ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം, പിന്നെ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള ഉള്ളൊരു മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, ഇതാണ് വയർ കട്ട് EDM. ഓക്കെ, സോ ഈ ഒരു ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. പരീക്ഷയ്ക്ക് ഇത്രയും എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഇലക്ട്രോകെമിക്കൽ മെഷീനിങ്. ഇലക്ട്രോകെമിക്കൽ മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ്
നോട്ട് ലൈക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീൻ. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് ഞാൻ പറഞ്ഞത് ഈ ഒരു മോഡ്യൂളിൽ 3 പ്രോസസ്സ് ഉണ്ട്. സോ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ് യൂസിങ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു ആക്ച്വലി അതിൻ്റെ ഒരു സ്കിമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർക്യൂട്ടാണ്, സർക്യൂട്ട് ഡയഗ്രാം. ഇനി ഈ ഒരു ഫിഗർ കണ്ടോ, ദിസ് വൺ. ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഈ ഒരു ഫിഗറാണ് പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ കണ്ടോ വർക്ക് പീസ്, ഈ ഒരു വർക്ക് പീസ് ഉണ്ട്. ഇതെല്ലാം മെറ്റീരിയൽ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫിഗറാണ് കേട്ടോ. അതായത് ഫുള്ളി ആദ്യം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോളിഡ് റെക്ടാങ്കുലർ വർക്ക് പീസ് ആയിരിക്കും. മെഷീനിങ് ഈ ടൂളിന്റെ ഷേപ്പിൽ മെറ്റീരിയൽ റിമൂവ് ആയിട്ടുള്ളതായിട്ടാണ് ഇത് കാണിക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ ആക്ഷൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ ആദ്യം റിമൂവ് ചെയ്യുന്ന കണ്ടോ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് this electrochemical machining works on Faraday's laws of electrolysis. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് വേണം. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് നിങ്ങൾക്കറിയാം. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഈസ് ആക്ച്വലി അതൊരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എൻറ്റയർ തിങ് ഈസ് സബ്മേർജ്ഡ് ഇൻ എൻ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോഡ് ഈസ് ടേക്കൺ ആസ് ദ വർക്ക് പീസ്, രണ്ടാമത്തത് ടൂൾ. അപ്പൊ ടൂൾ എന്ന് പറയുന്നതിൽ നിന്ന് മെറ്റീരിയൽ എന്ത് ചെയ്യണം? റിമൂവ് ആവാൻ പാടുണ്ടോ? ഇല്ല. വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവണം. അപ്പോൾ എവിടെ നിന്നാണ് മെറ്റീരിയൽ റിമൂവ് ആവേണ്ടത്? വർക്ക് പീസിൽ നിന്നാണ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ടൂളിലേക്കാണ് മെറ്റീരിയൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ആക്ഷൻ നടക്കുമ്പോൾ വർക്ക് പീസിൽ നിന്നാണ് മെറ്റീരിയൽ റിമൂവ് ആവേണ്ടത്. അപ്പോൾ അതാണ് മെറ്റീരിയൽ ഓഫ് ദ വർക്ക് പീസ് ഈസ് റിമൂവ്ഡ് ബൈ ആനോഡിക് ഡിസൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് പീസ് അത് ആനോഡാക്കി, അതിനെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തു. ദെൻ ഒരു ടൂൾ എടുത്തു, അതിനെ കാഥോഡാക്കി, നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തു. ആൻഡ് ഇത് എൻറ്റയർ തിങ് ഈസ് സബ്മേർജ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ്. ഇനി എന്ത് ചെയ്യും? മെറ്റീരിയൽ ഈസ് ഡിപ്ലീറ്റഡ് ഫ്രം ദ ആനോഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദ കാഥോഡ് ടൂൾ. ടൂളിലേക്ക് ഡെപ്പോസിറ്റ് ആയി പോകും. Electrolyte flows rapidly between 2 poles to carry off the depleted material so that it does not get plated on cathode tool. ഇലക്ട്രോലൈറ്റ് ഇവിടെ ഉണ്ട്. ഇലക്ട്രോലൈറ്റ് നമ്മൾ നേരത്തെ ഡൈലക്ട്രിക് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ പോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ആനോഡിലേക്ക് വരുന്ന മെറ്റീരിയലിനെ എടുത്തുകൊണ്ട് അങ്ങ് ഫ്ലഷ് ചെയ്തു പോകും. അപ്പോൾ അവിടെ എന്ത് റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്ന് നോക്കാം. ഒരു DC വോൾട്ടേജ് ഒരു 10 to 25 വോൾട്ട് ആണ് യൂഷ്വലി ഈ അപ്ലൈ ചെയ്യുന്നത്. എന്തിൻ്റെ? ആദ്യം ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു 10 to 25 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ആക്ച്വലി എന്താ അവിടെ നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ. അപ്പം നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻ. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഹിയർ യു ക്യാൻ സീ നമ്മളൊരു ഡിസൊല്യൂഷൻ റിയാക്ഷൻ ഓഫ് അയൺ. ഒരു മെറ്റീരിയൽ എടുത്ത്, വർക്ക് മെറ്റീരിയൽ അയൺ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചൊരു വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ അയൺ ആണ് എടുത്തിരിക്കുന്നത്. അയണിൽ നിന്ന് അയണിനെയാണ് അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ നമുക്ക് മെഷീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഏതാ എടുത്തിരിക്കുന്നത്? NaCl. അപ്പോൾ ഇവിടെ കണ്ടോ, വർക്ക് എന്ന് പറഞ്ഞാൽ അയൺ ആണ്, ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് എന്താ? NaCl. NaClഉം വാട്ടറും ഉണ്ട് അല്ലേ? അതിൻ്റെ ഒരു മിക്സ് ആണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇവിടെ കണ്ടോ, അയൺ റിമൂവ് ആവുന്നത് ഡിസോസിയേറ്റഡ് ആയി അയൺ Fe2+ അയോൺസ് ആയിട്ട് മാറുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിൽ എന്ത് പറ്റും? അവിടെയും റിയാക്ഷൻസ് നടക്കും. Na+ഉം Cl- H+ഉം OH- ആയിട്ട് അയോൺസ് മാറുന്നു. അതുപോലെ തന്നെ ടൂളിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏതാണ് ആനോഡ് എന്ന് പറഞ്ഞ? വർക്ക് പീസ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസും ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന റിയാക്ഷൻസും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസും നിങ്ങൾ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എടുത്തിട്ട് ഒരു എക്സാമ്പിളും കാണിക്കണം. അപ്പം നമുക്ക് ആ റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, സോ ദിസ് വൺ ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ. ഇലക്ട്രോലൈറ്റിൽ എങ്ങനെയാണ്
ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഞാൻ പറഞ്ഞു NaClഉം വാട്ടറിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് H2 എന്ന് പറയുന്നത് H+ + OH- അയോൺസ് ആയിട്ട് മാറുന്നു. NaCl എന്ത് ചെയ്യുന്നു? Na+ + Cl- ആയിട്ട് മാറും. ഇനി അപ്പോൾ ആനോഡിൽ എന്ത് നടക്കും? ആനോഡിൽ അയൺ അല്ലേ, അതല്ലേ നമ്മൾ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു Fe2+ + 2e-. അതുപോലെ ഈ Fe2+ അയോൺസ് ഏതുമായിട്ട് കമ്പൈൻ ചെയ്യും? നമ്മൾ ഓൾറെഡി Cl- അയോൺസ് ഇലക്ട്രോലൈറ്റിലുണ്ട്. Fe2+ + 2Cl- ഗിവിങ് FeCl2. അതുപോലെ Fe2+ + 2OH- ഗിവിങ് FeOH twice. അപ്പൊ FeCl2ഉം FeOH twiceുമായിട്ട് മാറും. ഇതെന്താവും? സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് അത് മാറും. കണ്ടോ, ഇതിങ്ങനെ ഇതായിട്ട് കൂടി കിടക്കുന്നുണ്ടോ? അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പൊ കാഥോഡിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാഥോഡിൽ ഇനി ആകെ നമുക്കിവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലേ, H++ + 2e-. കാഥോഡിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ഇത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പൊ 2H+ + 2e- ഗിവിങ് H2. അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് റിയാക്ഷൻസ്. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇലക്ട്രോകെമിക്കൽ മെഷീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. Material is removed by using electrochemical action. That is the chemical reactions. Okay. അപ്പൊ ഇവിടെയും പ്രോസസ് പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ? EDM-ൽ പറഞ്ഞതുപോലെ തന്നെ പ്രോസസ് പാരാമീറ്റേഴ്സ്. ഇവിടെ എന്തൊക്കെയായിരിക്കും പ്രോസസ് പാരാമീറ്റേഴ്സ്? വോൾട്ടേജ് 10 to 20 വോൾട്ട്, കറണ്ട് 50 to 5000 ആംപിയേഴ്സ്, ഇലക്ട്രോഡ് ഗ്യാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂളും വർക്ക് പീസും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, 0.1 to 0.2 mm. ദെൻ ടൂൾ മെറ്റീരിയൽ കോപ്പറോ ബ്രാസോ സ്റ്റീലോ ആവാം ടൂള്. പിന്നെ ടൂൾ ഫീഡ് റേറ്റ്, എത്രത്തോളം ഫീഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോലൈറ്റിന്റെ കോമ്പോസിഷനും ടെമ്പറേച്ചറും, ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കണം. ഓരോ മെഷീനിങ് പ്രോസസ്സിൻ്റെയും പ്രോസസ് പാരാമീറ്റേഴ്സ് ചോദിച്ച് ഒരു essay ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ട്. ഇത് കൂടുതലാണ്. അവിടെ 400 mm³/min ആയിരുന്നെങ്കിൽ ഇവിടെ 1600 mm³/min per 1000 ആംപിയർ. 1000 ആംപിയർ കറണ്ടിനാണ് ഇത്രയും കിട്ടുന്നത്. സർഫസ് ഫിനിഷ് എന്തായിരിക്കും? 0.1 to 0.5 മൈക്രോൺസ്. അതാണ് ഇതെല്ലാം പെർഫോമൻസ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇതാണ് പ്രോസസ് പാരാമീറ്റേഴ്സ്, ഇതെല്ലാം പെർഫോമൻസ്. സ്പെസിഫിക് പവർ കൺസപ്ഷൻ കുറവാണ് ഇല്ലേ? ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പവർ കൺസപ്ഷൻ നോക്കണ്ടേ? അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോലൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഷുഡ് എൻഷുർ എ യൂണിഫോം ആൻഡ് ഹൈ സ്പീഡ് ആനോഡിക് ഡിസൊല്യൂഷൻ പെട്ടെന്ന് എൻഷുർ ചെയ്യണം. ഇപ്പൊ കാഥോഡ് സർഫസിൽ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ലോ വിസ്കോസിറ്റിയും ഉണ്ടായിരിക്കണം. നോൺ ടോക്സിക് ആയിരിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോലൈറ്റും പ്രോസസ് പാരാമീറ്റേഴ്സും എല്ലാം കൂടെ ഒരു 10 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഇതാണ് ECM, ഇലക്ട്രോകെമിക്കൽ മെഷീൻ. ദെൻ വി വിൽ മൂവ് ഓൺ ടു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ട്. സിമിലർലി ECM-ന്റെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഗവേൺഡ് ബൈ ഫാരഡേസ് ലോ പറഞ്ഞു. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കൊണ്ടാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. നോക്കിക്കേ, ഫാരഡേസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ദാറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോകെമിക്കൽ ഡിസൊല്യൂഷൻ ഓർ ഡെപ്പോസിഷൻ എന്ത് ആവട്ടെ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് പാസ് ത്രൂ ദ സെൽ. അപ്പൊ ഇതൊരു സെല്ലല്ലേ, രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അപ്പൊ ഹിയർ യു ക്യാൻ സി എമൗണ്ട്, മാസ് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I*T. I*T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ടിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. അത് ഫാരഡേസ് ഫസ്റ്റ് ലോ വെച്ച് പറയുന്നതാണ്. ഇത്രയും M is the mass of material dissolved. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ വെച്ച് ഇത് പറയുന്നു. ഫാരഡേസ് സെക്കൻഡ് ലോ എന്താ പറയുന്നത്? എമൗണ്ട് ഓഫ് മെറ്റീരിയൽ deposited or dissolved again depends on directly on atomic weight and inverse of the valency. അപ്പൊ ഇത്രയും മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ N/N എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനിൽ കൂടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാരഡേസ് ഫസ്റ്റും സെക്കൻഡ് ലോയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് മാസ് ഓഫ് ദ മെറ്റീരിയൽ ഡിസോൾവ്ഡ് ഓർ ഡെപ്പോസിറ്റഡ് കിട്ടുന്നത്. സോ മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I star T star N by N. N എന്ന് പറഞ്ഞാൽ എന്താ, അറ്റോമിക് വെയിറ്റ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ, വാലൻസി. അപ്പോൾ ടോട്ടൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, അപ്പോൾ മാസ് ഓഫ് ദ മെറ്റീരിയൽ കിട്ടി. ഇനി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വോളിയൂം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വോളിയൂം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ആണ് അല്ലേ. വോളിയൂം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല മാസ് അറിയാമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈക്വൽ ടു 1/96,500 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു I star T star N by N ഇൻറ്റു D. D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ബിക്കോസ് നമുക്ക് ഓൾവേസ് അറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് മാസ് ബൈ ഡെൻസിറ്റി കൊടുത്തേ പറ്റും. അപ്പോൾ മാസ് ഇവിടെ കിട്ടി, മാസ് ബൈ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ആവും, അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോകെമിക്കൽ കോൺസ്റ്റന്റ് കൂടെ കൊടുക്കണം. ഇതാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. ഇനി അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ദ പ്രോസസ് പാരാമീറ്റേഴ്സ് വിച്ച് അഫക്റ്റ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ ECM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, കറണ്ട്, ടൈം എഴുതാം അല്ലേ. അപ്പോൾ ഈ കറണ്ടും ടൈമും എഴുതാം, അറ്റോമിക് വെയിറ്റ് എഴുതാം, അപ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് എഴുതാം. പിന്നെ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ് കൊണ്ട് എന്ത് പറ്റും, ടോട്ടൽ കറണ്ട് അല്ലേ മാറും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എഴുതാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ECM ചോദിച്ചാൽ ഇതും, എഫക്റ്റ് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് ECM പ്രോസസ് പാരാമീറ്റർ. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റിൽ, പിന്നെ ആക്യുറസി, സർഫസ് ഫിനിഷ് നമ്മൾ നേരത്തെയും പറഞ്ഞു. EDM-ലും പ്രോസസ് പാരാമീറ്റേഴ്സ് മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെയും ആക്യുറസിയും സർഫസ് ഫിനിഷിനെയും എങ്ങനെ ബാധിക്കും. ഇവിടെ നോക്കിക്കേ, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, സർഫസ് ഫിനിഷ് ആൻഡ് ആക്യുറസി ഓഫ് ദ കമ്പോണന്റ് മെഷീൻഡ് ബൈ ECM ഡിപ്പെൻഡ്സ് ഓൺ ആദ്യം പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു ഇലക്ട്രോലൈറ്റ്. എന്തായാലും ഇതെല്ലാം ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ഇലക്ട്രോലൈറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫ്ലോ റേറ്റ്, കോമ്പോസിഷൻ. നമ്മൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു NaCl-ഉം H2O, അതുപോലെ എന്ത് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ, NaCl-ൻ്റെ H2O-ൻ്റെയും റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ കറണ്ട് ഡെൻസിറ്റി, വോൾട്ടേജ്, കറണ്ട് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രോപ്പർട്ടീസ് ഓഫ് വർക്ക് പീസ്, ഫീഡ് റേറ്റ് ഓഫ് ടൂൾ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റും പ്രോസസ് പാരാമീറ്റേഴ്സും. ഇനിയും അതുപോലെ rate of material removal in ECM is governed by Faraday's law and is a function of current density. So by increase in current density, the material removal rate also increases. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളത് നേരത്തെ ഉള്ള സ്ലൈഡിൽ കണ്ടതാണ്. ഇനിയും ഇത്രയും ഫാക്ടേഴ്സ്, വേരിയബിൾസ്, ഇത് കൂടാതെ വേരിയബിൾസ് ദാറ്റ് അഫക്ട് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അഫക്റ്റ് ചെയ്യും, ഫീഡ് റേറ്റ് അഫക്റ്റ് ചെയ്യും, ഇലക്ട്രോലൈറ്റ് കണ്ടക്ടിവിറ്റി, ഇലക്ട്രോലൈറ്റ് കോമ്പോസിഷൻ, ഫ്ലോ, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുക വർക്ക് പീസ് മെറ്റീരിയൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എഫക്റ്റ് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം. ഇത്ര എഴുതിയാൽ മതി, വേറെ എവിടെയും ഒന്നും നോട്ടും തപ്പിയൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഇതെന്ന് പറഞ്ഞാൽ ECM-ൽ ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ്. അപ്പോൾ ജനറേഷൻ ഓഫ് ഹീറ്റ് വളരെ കുറവാണ്. സോ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് ഇല്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ ഉണ്ടോ? ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് ഹീറ്റ് എഫക്റ്റഡ് സോൺ ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദെൻ ഇനി നമ്മൾ ആക്യുറസിയും സർഫസ് റഫ്നെസ്സും പറഞ്ഞില്ലേ. അപ്പോൾ സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു മെഷീനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഇഫ് ഐ എം ജസ്റ്റ് ടച്ചിങ് ദ സർഫസ് ഓഫ് ദ മെറ്റീരിയൽ വിത്ത് എ ഹാൻഡ്, if there are small undulations on the surface, definitely the surface is rough. അപ്പോൾ അത് ആ ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലോ വോൾട്ടേജ് ആൻഡ് ലോ മെഷീനിങ് ഗ്യാപ്പ് റിസൾട്ട്സ് ഇൻ എ ബെറ്റർ സർഫസ് ഫിനിഷ് ആൻഡ് ഫൈനർ ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ആക്യുറസിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 5 mm പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ 4.9 mm പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടോളറൻസ് എന്ന് പറഞ്ഞാൽ 0.1 mm അല്ലേ. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഫൈൻ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, ആ പർട്ടിക്കുലർ 0.1 mm ആണോ നമ്മുടെ ടോളറൻസ്, അതോ 0.05 mm ആണോ ടോളറൻസ്. അപ്പം അതിനെ
ലോ വോൾട്ടേജും ലോ മെഷീനിങ് ഗ്യാപ്പും ഈ രണ്ടും ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇൻക്രീസ്ഡ് കറണ്ട് ലീഡ്സ് ടു ഇലക്ട്രോലൈറ്റ് ഹീറ്റിംഗ്. ലോ ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് conducive for a better surface finish and tolerance. ഒരുപാട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഹീറ്റ് ആയിപ്പോകും. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഹീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചർ കൂടിപ്പോയി കഴിഞ്ഞാൽ അഗെയിൻ സർഫസ് ഫിനിഷിനെ അഫക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു മെയിൻറ്റെയിൻ ദ കറണ്ട് അറ്റ് ആൻ ഒപ്റ്റിമം വാല്യൂ. ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ സർഫസ് ഫിനിഷിനെയും ടോളറൻസിനെയും അഫക്റ്റ് ചെയ്യും. ഹൈ ഫീഡ് റേറ്റ്സ് improves the surface finish and tolerance. Electrolyte composition directly improves the surface characteristics. അപ്പോൾ ഇത്രയുമാണ് പ്രോസസ് പാരാമീറ്റേഴ്സ് എഫക്ട് ഓൺ സർഫസ് റഫ്നെസ് ആൻഡ് ടോളറൻസ്, അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് ആൻഡ് ആക്യുറസി. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൽ രണ്ട് രീതിയിൽ ചോദിക്കാം. മെറ്റീരിയൽ റിമൂവൽ റേറ്റിന്റെ പ്രോസസ് പാരാമീറ്റേഴ്സ് എഫക്ട്സ് ഓൺ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ആക്യുറസി, സർഫസ് ഫിനിഷ്. അതുകൂടാതെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ. Then the last one is ultrasonic machine. Ultrasonic machining ഇത് രണ്ടും പോലെയല്ല, ഹീറ്റും കെമിക്കൽ റിയാക്ഷനും വെച്ചിട്ടില്ല. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് അൾട്രാസോണിക് മെഷീനിങ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, അൾട്രാസോണിക് മെഷീനിങ്ങിന് ഒരു പർട്ടിക്കുലർ ടൂള് കാണും. ഇവിടെ കണ്ടോ ഈ ടൂള്. ഇത് കൂടാതെ കുറേ പാർട്ടിക്കിൾസും കാണും. അപ്പോൾ ഇവിടെയും ഇതൊരു വർക്ക് പീസ് ആണ്. ദിസ് വൺ ഈസ് വർക്ക്. ഇതാണ് ടൂൾ. ഈ ടൂളിനിടയ്ക്ക് എന്താണ്? നമ്മൾ സ്ലറി ഓഫ് അബ്രസീവ് ആൻഡ് വാട്ടർ. അതായത് ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ എടുത്ത്, ഷാർപ്പ് കല്ലുകൾ, നമ്മളിപ്പോൾ റോഡ് ടാർ ചെയ്യുമ്പം വി ക്യാൻ സീ സ്മോൾ ഷാർപ്പ് മെറ്റൽസ് അല്ല, ആക്ച്വലി സ്മോൾ ഷാർപ്പ് സ്റ്റോൺസ് ഓഫ് ഇറഗുലർ ഷേപ്സ്. അത് ടാറുമായിട്ട് മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അതുപോലത്തെ ഒരു സ്ലറി ഈസ് ആക്ച്വലി ഫോഴ്സ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. എന്നിട്ട് എന്ത് ചെയ്യും? ദിസ് പർട്ടിക്കുലർ ടൂൾ ഈസ് വൈബ്രേറ്റഡ് at a particular frequency, 19 to 25 kilohertz, and the amplitude of the vibration is 10 to 50 micrometer ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? abrasive slurry is allowed to flow through the gap. So ഈ abrasive particles, it will dig out material from the surface of the workpiece. Since abrasive slurry and the workpiece is maintained at a particular gap, what happens is that the shape which is exactly on the tool is replicated on the workpiece. എല്ലാ പ്രോസസ്സിലും അതുപോലെയാണ്. എന്താണ് ടൂള്, അതേ സെയിം ഷേപ്പ് ആയിരിക്കും ഫൈനലി നമ്മൾ മെറ്റീരിയൽ റിമൂവ് ആയി കിട്ടുന്നത്. ടിപ്പ് ഓഫ് ദ ടൂൾ വൈബ്രേറ്റ്സ് അറ്റ് ലോ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ലോ ആംപ്ലിറ്റ്യൂഡ് ആണ്, ആംപ്ലിറ്റ്യൂഡ് 10 to 50 മൈക്രോമീറ്റേഴ്സ് ആണ്. ഹൈ ഫ്രീക്വൻസി ഇൻ ആൻ അബ്രസീവ് സ്ലറി. അപ്പോൾ എന്ത് പറ്റും? ദ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ്സ് ഹൈ വെലോസിറ്റി ടു ഫൈൻ അബ്രസീവ് ഗ്രെയിൻസ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് ദ സർഫസ് ഓഫ് ദ വർക്ക്പീസ്. മെറ്റീരിയൽ റിമൂവ്ഡ് ബൈ ഇറോഷൻ. ഇറോഷൻ ആണ് ഇവിടുത്തെ മെയിൻ മെക്കാനിസം കേട്ടോ. സോ USM ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മെഷീനിങ് ബ്രിട്ടിൽ മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനാണ് USM യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാസോണിക് മെഷീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരേണ്ടത് അവരുണ്ട് അബ്രാസീവ് സ്ലറി ഉണ്ട്. then again the tool will be vibrated at a particular frequency. അപ്പോൾ അൾട്രാസോണിക് മെഷീനിങ് കണ്ടോ, ഈ ഒരു ഫിഗർ ആണ് ആക്ച്വലി നിങ്ങൾക്ക് വരയ്ക്കേണ്ടത്. ഇത് ഫുൾ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂൾ, അബ്രസീവ് സ്ലറി, വർക്ക് പീസ്. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ടൂളിന്റെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതൊരു കോൺസെൻട്രേറ്റർ ആൻഡ് എ ട്രാൻസ്ഡ്യൂസർ, കൂളിംഗ് വാട്ടർ. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൂള് വർക്ക് പീസും തമ്മിലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു എല്ലാ പ്രോസസ്സിലും. സോ വി നീഡ് ടു എൻഷുർ ദാറ്റ് എ പ്രോപ്പർ ഗ്യാപ്പ് ഈസ് മെയിൻറ്റെയിൻ സോ ദാറ്റ് sufficient quantity of abrasive slurry should be allowed to pass through the gap. എന്നാൽ മാത്രമേ എന്ത് പറ്റുന്നുള്ളൂ? we can ensure that some amount of material or the required amount of material is removed. അതിനാണ് ട്രാൻസ്ഡ്യൂസേഴ്സും വെച്ച് ഒരു സെർവോ കൺട്രോളും കൊടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂളിംഗ് വാട്ടർ എന്തിനാണ്? നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും ഇത് ടൂൾ പെട്ടെന്ന് ഹീറ്റ് ചെയ്യും. സോ വി നീഡ് ടു കൂൾ ദാറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൂൾ ഈസ് പ്രസ്ഡ് ഡൗൺവേർഡ്സ് വിത്ത് എ ഫീഡ് ഫോഴ്സ്. ഇനി എന്ത് ചെയ്യും? ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ് മെഷീനിങ് സോൺ ഈസ് ഫ്ലഡഡ് വിത്ത് ഹാർഡ് abrasive particles, generally in the form of water-based slurry. As the tool vibrates, ഈ ടൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ abrasive particles act as indenters. ഇങ്ങനെ വന്ന് ഇടിക്കും, ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. And indent both the work material and the tool.
ടൂളിനെ ഇടിക്കും, ഇതിങ്ങനെ അങ്ങോട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. Abrasive particles as they indent the workpiece, material gets removed. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇൻഡൻറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഹാർഡ് പാർട്ടിക്കിൾ വന്നിടിക്കുമ്പോൾ മെറ്റീരിയൽ ഇറോഷൻ വഴി റിമൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോഡ് ഗ്യാപ്പ്, ദാറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്, ഷുഡ് ബി ബിറ്റ്വീൻ 0.005 to 0.50 mm. ആൻഡ് ഫീഡ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫീഡ് മെക്കാനിസം പ്രൊവൈഡ് എ ഡൗൺവേർഡ് ഫീഡ് ഫോഴ്സ് ഓൺ ദ ടൂൾ ഡ്യൂറിങ് മെഷീൻ. അതാണ് ഫീഡ് മെക്കാനിസമാണ് ഈ ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ട്രാൻസ്ഡ്യൂസർ ജനറേറ്റ്സ് അൾട്രാസോണിക് വൈബ്രേഷൻ. ട്രാൻസ്ഡ്യൂസർ കണ്ടോ, ദിസ് വൺ ലീഡ്സ് ടു ട്രാൻസ്ഡ്യൂസർ വൈൻഡിങ്സ്. ഇതാണ് മാഗ്നെറ്റോ സ്ട്രിക്ഷൻ. ട്രാൻസ്ഡ്യൂസർ പല രീതിയിലുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന മാഗ്നെറ്റോ സ്ട്രിക്ഷൻ ട്രാൻസ്ഡ്യൂസർ ആണ് ഈ ഒരു പർട്ടിക്കുലർ സെറ്റപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹോൺ ഓർ കോൺസെൻട്രേറ്റർ. ഹോൺ ഓർ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, which mechanically amplifies the vibration to the required amplitude. ട്രാൻസ്ഡ്യൂസർ അൾട്രാസോണിക് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റർ എന്ത് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്ത് എത്ര ആംപ്ലിറ്റ്യൂഡിലേക്കാണ് വേണ്ടത് എന്നുള്ളത് കോൺസെൻട്രേറ്ററിൽ നടക്കുന്നു. അതിനെ ടൂൾ ടിപ്പിലേക്ക് കൊടുക്കും. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ റിമൂവ് ആവുന്നു, എഗെയിൻ ഫീഡ്ബാക്ക് പോകുന്നു, വീണ്ടും ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഗ്യാപ്പ് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് അൾട്രാസോണിക് മെഷീൻ. ഓക്കെ, ഇവിടെ ഇനി അൾട്രാസോണിക് മെഷീൻ്റെ മെക്കാനിസം ഓഫ് മെറ്റീരിയൽ റിമൂവൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പർട്ടിക്കുലർലി വരികയാണെങ്കിൽ യു നീഡ് ടു റൈറ്റ് ദീസ് 4 points. മെക്കാനിക്കൽ അബ്രേഷൻ. മെക്കാനിക്കൽ അബ്രേഷൻ ഇത്രയും മെക്കാനിസം വെച്ചിട്ടാണ് റിമൂവ് ആവുന്നത്. മെക്കാനിക്കൽ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഹാമറിംഗ് എഫക്ട്. അബ്രാസീവ് പാർട്ടിക്കിൾസ് വർക്ക് പീസും തമ്മിലുള്ള ഹാമറിംഗ് എഫക്റ്റ് ആണ് മെക്കാനിക്കൽ അബ്രേഷൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട്. ഇനി അടുത്തത് ഫ്രീലി മൂവിങ് പാർട്ടിക്കിൾ ഇമ്പാക്ട് വിത്ത് എ സെർട്ടൈൻ വെലോസിറ്റി. ഇത് ഒരയുന്നത് കൂടാതെ ഇങ്ങനെ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാണ് റിസൾട്ടിങ് ഇൻ മൈക്രോ ചിപ്പിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും, ഇറോഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഇങ്ങനെ വന്ന് ഇടിക്കുന്നത് കൊണ്ട്, മെറ്റീരിയലിൻ്റെ ഈ അബ്രസീവ്സ് വന്ന് ഇടിക്കുന്നത് കൊണ്ട് മെറ്റീരിയലിൻ്റെ സർഫസിൽ നിന്ന് എന്ത് പറ്റും, ഇങ്ങനെ ഡിഗ് ഔട്ട് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ക്യാവിറ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇറോഷൻ. ഏറ്റവും അവസാനം എന്താണ്, കെമിക്കൽ. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ഫ്ലൂയിഡ് എംപ്ലോയിഡ് എ കെമിക്കൽ എഫക്റ്റ് ക്യാൻ കം. അത് നമ്മൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു സ്ലറി ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആ ഫ്ലൂയിഡ് കൊണ്ട് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം, മെക്കാനിക്കൽ അബ്രേഷൻ, ഇമ്പാക്ട്, ഇറോഷൻ ആൻഡ് കെമിക്കൽ. ഇത്രയുമാണ് മെക്കാനിസം ഓഫ് മെറ്റീരിയൽ റിമൂവൽ കേട്ടോ. പ്രോസസ് പാരാമീറ്റേഴ്സ്, എല്ലാത്തിലും പ്രോസസ് പാരാമീറ്റേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പ്രോസസ് പാരാമീറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഫീഡ് ഫോഴ്സ്, അബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അബ്രസീവ് മെറ്റീരിയൽ, ഏതൊക്കെ അബ്രസീവ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഡയമണ്ട് ആണോ, Al2O3 ആണോ, സിലിക്കൺ കാർബൈഡ് ആണോ, അതുപോലെ കോണ്ടാക്ട് ഏരിയ ഓഫ് ദ ടൂൾ, എത്ര ഏരിയ ഓഫ് ദ ടൂൾ ആണ് കോണ്ടാക്ട് ആവുന്നത്, പിന്നെ വോളിയം കോൺസെൻട്രേഷൻ ഓഫ് അബ്രസീവ്, എത്രത്തോളം അബ്രസീവ് പാർട്ടിക്കിൾസ് വാട്ടർ സ്ലറിയിൽ മിക്സ് ആയിട്ടുണ്ട്, പിന്നെ ടൂളിൻ്റെ മെറ്റീരിയൽ, ഷേപ്പ്, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ വർക്ക് വർക്ക് ഏത് മെറ്റീരിയലാണ് എടുക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലറി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അബ്രസീവില് കോൺസെൻട്രേഷൻ, ലിക്വിഡ്, ഡെൻസിറ്റി. അപ്പോൾ ഇതെല്ലാം അൾട്രാസോണിക് മെഷീനിങ്ങിൻ്റെ പ്രോസസ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അൾട്രാസോണിക് മെഷീനിൻ്റെ പ്രോസസ് പാരാമീറ്റേഴ്സ് ചിലപ്പോൾ ഒരു 6-7 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇത്രയും ഉള്ളതുകൊണ്ട്. ഇനി മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. എല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ. കണ്ടോ, ഇവിടെ അബ്രസീവ് പാർട്ടിക്കിൾ വന്നു, ഇതൊരു ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സൈസിലായിരിക്കും വന്ന് ഇടിക്കുന്നത്, ഇത്രയും വോളിയം. പക്ഷെ റിമൂവ് ആവുന്നത് എന്താ, ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഈസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയറിക്കൽ ക്രേറ്റർ ഡ്യൂ ടു ദ ഫ്രാക്ചർ പെർ ഗ്രിഡ് സൈക്കിൾ. ഫ്രാക്ചർ പെർ ഗ്രിഡ് പെർ സൈക്കിൾ. അപ്പോൾ ഈ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഇടിക്കുന്ന ഈ ഏരിയയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതുകൊണ്ട് തന്നെ വോളിയം എന്തായിരിക്കും, വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ആയിരിക്കും. വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, 2/3 πr³ അല്ലെങ്കിൽ 1/2 × 4/3 πr³. അതാണ് വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഈ ഒരു ടേംസിലേക്ക്, അതായത് ടോട്ടൽ ഇതിൻ്റെ റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് അടുത്ത വരാൻ പോകുന്നത്. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്
വോളിയം ഡിവൈഡഡ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ വോളിയം ആദ്യം കണ്ടുപിടിക്കണം. അതാണ് വോളിയം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്, അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ. ഹിയർ യു ക്യാൻ സി, ഇത് കണ്ടോ, നമ്മൾ നേരത്തെ എടുത്ത ഗ്രിഡിനെ എടുത്തു, എന്നിട്ട് അതിൻ്റെ നമ്മളിപ്പോൾ ആറില്ലേ, എന്ന് പറയുന്നത് ഇത്രയുമാണ് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് ആർ. ഇനി എന്ത് ചെയ്യുന്നു, ഈ ആറിനെ ഈ ഗ്രിഡിന്റെ ഡയമീറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വേർ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഗ്രിഡ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡന്റേഷൻ ഡെപ്ത്. ഇത്രയുമാണ് അബ്രസീവ് പാർട്ടിക്കിൾ ഡിഗ് ചെയ്ത് പോയ മെറ്റീരിയൽ. അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. അപ്പം എന്ത് ചെയ്യുന്നു, ഇതൊരു സ്മോൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യുന്നു, ആർ സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ടു. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഹെമിസ്ഫിയറിന്റെ 2r. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ r ഇല്ലേ, ഇവിടെയും r. This one is r square equal to d by 2 the whole square minus d by 2. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ എന്തായിരിക്കും, d by 2. ഇത് d by 2 ആണെങ്കിൽ ഇതും d by 2 അല്ലേ. ഇനി ഇത്രയും പാർട്ട് മൈനസ് ചെയ്യണ്ടേ. എ സി ആക്ച്വലി ഇത്രയും ഡിസ്റ്റൻസ് എ സി ആണ് എടുക്കേണ്ടത്. എ സി എന്ന് പറഞ്ഞാൽ എ ഡി മൈനസ് സി ഡി, അതാണ് ഇവിടെ ഇരിക്കുന്നത്. എ ഡി എന്ന് പറഞ്ഞാൽ d by 2 മൈനസ് സി ഡി എന്ന് പറഞ്ഞാൽ h the whole square. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു ഡി എച്ച്, ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എച്ച്. അപ്പോൾ ആറിന് പകരം നമ്മൾ എന്ത് ചെയ്തു, റൂട്ട് ഓഫ് ഡി എച്ച് കൊടുത്തു. അങ്ങനെ വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് കിട്ടി ഇൻ ടേംസ് ഓഫ് ഗ്രിഡ് ഡയമീറ്റർ ആൻഡ് ഇൻഡന്റേഷൻ ഡെപ്ത്. ആൻഡ് വോളിയം ഓഫ് ദ വർക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ഇവിടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ QH ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു VG. VG എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ റിമൂവ്ഡ് ഇൻറ്റു Z. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മേക്കിംഗ് ഇമ്പാക്ട് പെർ സൈക്കിൾ. ആൻഡ് എത്ര ഫ്രീക്വൻസി, ന്യൂ, അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു ദ ഫ്രീക്വൻസി ആണ് ഇവിടുത്തെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. മനസ്സിലായോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അൾട്രാസോണിക് മെഷീൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മോഡ്യൂൾ 3 കംപ്ലീറ്റ് ആവും. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും സപ്ലിമെൻ്ററി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനും യൂണിവേഴ്സിറ്റി എക്സാംസിന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ്. സോ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ, നോ ഇഷ്യൂസ്. ഓക്കെ, താങ്ക് യു.